എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അത്രയ്ക്കും ബോറൻ മാർക്കറ്റായിരുന്നു. ഒരു സൈഡ് വേ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സൈഡ് വേ. എന്നിരുന്നാലും ഒരു 5-6 കോളുകൾ എടുത്തു, 5-6 ട്രേഡ് ചെയ്തു. പക്ഷേ അതിൽ 2 SL ഹിറ്റായിട്ടുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ, ഈ ഒരു റേഞ്ചിനകത്താണ് ഇന്ന് ട്രേഡായിരിക്കുന്നത്. 5 മിനിറ്റ്സ് ക്യാൻഡിലിൽ ഏകദേശം ഒരു 60-70 പോയിൻറ്റിനകത്താണ് ഇന്ന് നിഫ്റ്റി ട്രേഡായിരിക്കുന്നത്. അതേസമയം ബാങ്ക് നിഫ്റ്റിയിൽ ചെറുതായിട്ട് ഇവിടെ നിന്ന് താഴേക്ക് വന്നെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വളരെ സ്ലോവിലിയാണ് ഡൗൺ സൈഡിലേക്ക് വരുന്നത്. അങ്ങനെ ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു ക്യാൻഡിൽ ഡൗൺ ആണെങ്കിൽ ഒരു ക്യാൻഡിൽ അപ്പ് സൈഡ്, ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് പ്രീമിയം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒന്നുമില്ലെങ്കിൽ സഡൻലി അല്ലെങ്കിൽ കുറച്ച് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഒരു ഡൗൺ കിട്ടണം. ഇതിങ്ങനെ ചെറിയ രൂപത്തിൽ താഴത്തേക്ക് വന്നതിനെ കൊണ്ട് കാര്യമല്ല. ഇപ്പോൾ ഇവിടെ നിന്നും നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഇതുവരെ 400 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല, അത് അത്രയും സ്ലോവിലിയാണ് വരുന്നത്. നമുക്കൊരിക്കലും ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്താൽ നേരെ തിരിച്ച് റിട്ടേൺ കയറും, വീണ്ടും എടുത്താൽ വീണ്ടും കയറും. ഇങ്ങനെയുള്ള സാഹചര്യം ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാര്യമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം സെൻസെക്സ് ആണ് നമ്മളെ ഇന്ന് ആകെ കുഴക്കിയത്. സെൻസെക്സിലാണ് ഇന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചത്. ഫേക്ക് ബ്രേക്കൗട്ടുകളൊക്കെ നടത്തിയിട്ട് ഇന്ന് സെൻസെക്സ് വളരെയധികം കുഴപ്പിച്ചു. ഏതായിരുന്നാലും കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് വളരെയധികം ഡിഫിക്കൽട്ടായ രീതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഓരോ സന്ദർഭങ്ങളാണ്. പ്രത്യേകിച്ച് ഡിസംബർ മാസം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഡിസംബർ മാസം ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുകൾ, വീഡിയോയിൽ പറഞ്ഞ ലെവലുകളിൽ 24,620 താഴെയാണ് നമ്മളൊരു എൻട്രി പറഞ്ഞിരുന്നത്. നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്തത് നോക്കൂ, ഇവിടെയാണ്. ഇവിടെ 24,633 ഓപ്പൺ ചെയ്ത് നേരെ മുകളിലേക്ക് പോയി, പിന്നെ നേരെ താഴേക്ക് വന്നു. താഴേക്ക് വന്നപ്പോൾ നമുക്ക് ഇവിടെ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക് ചെയ്തു. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നാണ് എൻട്രി എടുക്കേണ്ടത്. നമുക്ക് എൻട്രിയും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ 40-50 പോയിൻറ്റിനകത്ത് നിങ്ങൾക്കൊരു സപ്പോർട്ട് വരാനുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ 24,560 സപ്പോർട്ട് വരാനുണ്ട്. നിങ്ങൾ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് വന്നിരിക്കുന്നത് നോക്കൂ, 24,580 കേവലം ഒരു 20 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ ഇന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം നമ്മൾ ഇവിടെയാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുവരെയാണ് ഒരു 23 പോയിൻറ്റിനാണ് ഇൻഡെക്സിൽ കിട്ടിയിരിക്കുന്നത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിലോ, ഇപ്പോൾ ഇവിടുന്ന് എൻട്രി എടുത്ത സ്ഥിതിക്ക് നമുക്ക് പ്രീവിയസ് ലോ എന്ന് പറയുന്നത് ഇതാണ്, 24,650. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുത്ത് താഴെ വന്നു, തിരിച്ച് കയറിയ സ്ഥിതിക്ക് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവും. എത്ര പോയിൻറ്റ്? ഇവിടെ നിന്നും എൻട്രി എടുത്ത സ്ഥിതിക്ക് 40 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ഇതിൽ എൻട്രി എടുത്തവർക്ക്. അതേസമയം നമ്മൾ പറഞ്ഞ വീഡിയോ പ്രകാരം ചിന്തിക്കുന്നവർക്കും അല്ലെങ്കിൽ കാര്യം പിടികിട്ടിയവർക്കും എക്സിറ്റ് അടിച്ചിട്ടുണ്ടാവും. ഇവിടെ ഒരുപാട് നേരം കടന്ന് ഇപ്പോൾ ഇവിടെ നോക്ക് 1, 2, 3 ക്യാൻഡിൽ ഇവിടെ കൺസോൾട്ടേഷൻ ആയിട്ട്, അതായത് 15 മിനിറ്റ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാനുള്ള തയ്യാറെടുപ്പ്. കാരണം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 24,560, 570 ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത്. എന്നാലും 560 വരെ വന്നില്ല, 580. അതങ്ങനെയാണ്. ഒരു 3-4 പോയിൻറ്റ്, 5 പോയിൻറ്റ് അല്ലെങ്കിൽ ഒരു 10 പോയിൻ്റൊക്കെ ഡിഫറൻറ്റ് വരും. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ അങ്ങനെ ശ്രദ്ധിക്കാതെ എൻട്രി എടുത്തവർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് 53,460 താഴെയാണ് എൻട്രി. നമുക്ക് ഇവിടെയാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുക്കാൻ പറ്റിയിട്ടില്ല. റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു, നേരെ മുകളിലേക്ക് വരികയാണ് ചെയ്തത്. നെക്സ്റ്റ് 53,670 മുകളിലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രി ലഭിക്കുക. ഇവിടെ നിന്ന് നമ്മൾ എൻട്രി ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ നിന്ന് എൻട്രി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ, 57 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റേ ഉള്ളൂ. അങ്ങനെ 57 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് എന്ന് പറയുമ്പോൾ
നമ്മൾ ഇത് 53,670 എൻട്രി എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. 53,850 റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ അതുവരെ പോയിട്ടില്ല. മാത്രമല്ല നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊരു റെസിസ്റ്റൻസ് എടുത്തു എന്ന് പറയാൻ പറ്റില്ല. 80-85 പോയിൻറ്റിന് ഡിഫറൻ്റ് ഉള്ളതുകൊണ്ട് അത് റെസിസ്റ്റൻസ് എടുത്തു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് 60 പോയിൻറ്റിൻ്റെ റാലിയാണ് നടത്തിയുള്ളൂ. അതിനുശേഷം നേരെ താഴെ വരികയാണ് ചെയ്തത്. നേരെ താഴെ വരുന്ന സ്ഥിതിക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവും. നോക്കൂ, മാർക്കറ്റിൻ്റെ അവസ്ഥയാണ്. ഇന്ന് എങ്ങനെ ട്രേഡ് ചെയ്താലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും എൻട്രി എടുത്തവർക്ക്. അതേസമയം ഇന്ന് സൈഡ് വേ മനസ്സിൽ കരുതിക്കൊണ്ട് ട്രേഡ് എടുക്കാതിരുന്നവർ രക്ഷപ്പെട്ടുണ്ടാവും. സെൻസെക്സിലും നമുക്ക് ഡൗൺ സൈഡിലേക്ക് എൻട്രി ലഭിച്ചിട്ടില്ല, ഇവിടെയും എൻട്രി ലഭിച്ചില്ല. സെൻസെക്സിൽ രക്ഷപ്പെട്ടു. എടുത്തവർക്ക് ഇന്ന് സ്റ്റോപ്പ് ലോസ് ചെറിയ പോയിന്റിൽ ലോസ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്തരം ദിവസങ്ങളിൽ പരമാവധി ട്രേഡിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് നല്ലത്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ സജഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെ വിശ്വസിച്ചിട്ട് വന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്തെങ്കിലും 10 പോയിൻ്റ് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. എന്നിരുന്നാലും ഇന്ന് പ്രോഫിറ്റ് ആയിരിക്കാം എല്ലാ ട്രേഡും എടുത്തവർക്ക്. ഓക്കെ, ഏതായിരുന്നാലും ഇന്നത്തെ സ്ഥിതികൾ അങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് നാളെ ഏതൊക്കെ ലെവലുകളിൽ നോക്കാം എന്നുള്ളത് ഒന്ന് കണക്ക് കൂട്ടണം. അതിന് നമുക്ക് ആദ്യം 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ട് ഇന്ന് എന്താണ് പെർഫോമൻസ് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. നോക്കൂ, ഇവിടെ ഇന്ന് ഒരു റെഡ് ക്യാൻഡിലാണ് 1 ഡേ ടൈം ഫ്രെയിമിൽ വെച്ചിരിക്കുന്നത്. താഴത്തേക്ക് ഉള്ള സൂചനയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴത്തേക്ക് വരാനും മതി. കാരണം ഇവിടെ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് നേരെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാളെ മുകളിലേക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആകാനുള്ള സാധ്യത കുറവാണ്. നോക്കാം, നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡിലേക്കാണ് സൂചനകൾ കാണിക്കുന്നത്. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈന് ഫോം ആയിട്ടുണ്ട്. ട്രെൻഡ് ലൈന് ഫോമായി എന്ന് മാത്രമല്ല, അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, താഴത്തേക്ക് വന്നിട്ടുണ്ട്. നാളെ സെൻസെക്സ് 1 അവറിലും നമുക്ക് ഡൗൺ സൈഡിലേക്ക് വരുന്നത് രൂപത്തിലാണ് കാണാൻ കഴിയുന്നത്. ഇതിങ്ങോട്ട് നീട്ടിയാലും ഇത് ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 1 അവറിൽ ലാസ്റ്റ് ക്യാൻഡിൽ ഈ ലൈനിന് താഴെയാണ്. ഓക്കെ, അപ്പോൾ 1 അവറിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് 81,120 താഴെ എൻട്രി എടുത്ത് വരാം. 1 അവർ ടൈം ഫ്രെയിമിൽ അപ്പ് സൈഡിലേക്ക് 82,320 മുകളിലും എൻട്രി എടുത്ത് പോകാം. കറക്റ്റായിട്ട് 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ആണ് സെൻസെക്സിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. നോക്കൂ, കറക്റ്റാണ്. ഇത് റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് താഴെ വന്നിരിക്കുന്നത്. ഓക്കെ, നാളെ ഏതായിരുന്നാലും ഡൗണിലേക്ക് വരാനുള്ള സാധ്യതകളാണ് കൂടുതലും കാണുന്നത്. മാത്രമല്ല ഇവിടെ ഒരു ഫ്ലാഗ് ഇല്ല, ഫ്ലാഗിൻ്റെ ഒരു സിമ്പിളൊന്നും കാണുന്നില്ല. ഓക്കെ, ഏതായിരുന്നാലും 1 അവറിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഇനി 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്നും എടുത്തു വരുന്നത്, ഇവിടെ നിന്നാണ് ഒരു എൻട്രി ഉള്ളത് 81,360 താഴെ. അങ്ങനെ എൻട്രി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. 81,120 അല്ലെങ്കിൽ 81,130. അപ്പോൾ ഡിഫറൻറ്റ് നിങ്ങൾ നോക്കുക. 81,360, 81,130 എന്ന് പറയുമ്പോൾ ഒരു 10-200 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഇനി അപ്പ് സൈഡിലേക്കാണെങ്കിൽ 5 മിനിറ്റ്സിൽ ഇവിടെ നിന്നും എൻട്രി എടുക്കാം. 81,990 അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾക്ക് 5 മിനിറ്റ്സിൽ ഇങ്ങനെയും വാച്ച് ചെയ്യാം സെൻസെക്സിൽ. ഓക്കെ, ഇത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് നമുക്ക് സൂചന കാണുന്നത്. അതേസമയം 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോഴും ഒരു ട്രിപ്പിൾ ബോട്ടം എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, ആ ട്രിപ്പിൾ ബോട്ടം ഫോമായിട്ട് ചെറുതായിട്ടൊരു റിക്കവർ മോഡാണ് കാണുന്നത്. പക്ഷേ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല, താഴത്തേക്ക് വരാൻ തന്നെയാണ് സാധ്യതകൾ കാണുന്നത്. 1 അവർ ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും എടുത്തു വരാം. വേണ്ട, അതിന് താഴെ ഈ ഒരു സിങ്ങിൽ നിന്ന് ആയിരിക്കും നല്ലത്. 82,850 താഴെ 1 അവർ ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡിലേക്കും അപ്പ് സൈഡിലേക്ക് 52,860 താഴെ ഡൗൺ സൈഡിലേക്ക്, അപ്പ് സൈഡിലേക്ക് 53,875 മുകളിൽ, 53,880 മുകളിൽ. ഓക്കെ, ഇത് 1 അവർ ടൈം ഫ്രെയിമാണ്. ഇനി നമുക്ക് 5 മിനിറ്റ്സിലേക്ക് മാറ്റുമ്പോൾ 53,180 ഇവിടെ നിന്നും മതി.
ഇവിടെ നിന്നും 5 മിനിറ്റ്സിൽ നിങ്ങൾ എൻട്രി എടുക്കുന്ന സമയത്ത് നെക്സ്റ്റ് സപ്പോർട്ട് ഇവിടെ ഉണ്ട്, ശ്രദ്ധിക്കണം. 52,860. ഇനി അപ്പ് സൈഡിലേക്കാണെങ്കിൽ 5 മിനിറ്റ്സിൽ 53,880 മുകളിൽ തന്നെ മതി അപ്പ് സൈഡിലേക്കും 5 മിനിറ്റ്സിൽ. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കൂ, എല്ലാം സെയിം തന്നെയാണ്. ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കാം, മാർക്കറ്റാണ്, ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ പ്രഡിക്ഷനൊന്നും എല്ലാം കൃത്യമായിക്കൊള്ളണം എന്നില്ല. ഏത് നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാടാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് പക്ഷേ ഇന്നത്തെ വാളട്ടൈലിന് അല്ലെങ്കിൽ സൈഡ് വേക്ക് ഒരു പ്രത്യേകിച്ചുള്ള ന്യൂസുകളൊന്നുമില്ല. ഒരു ന്യൂസ് ഉള്ളത് ഒരു വർഷത്തിനുള്ളിൽ ഫ്ലിപ്കാർട്ട് IPO റിലീസ് ചെയ്യും എന്നുള്ള ഒരു ന്യൂസ് മാത്രമേ ഉള്ളൂ. വേറെ കാര്യമായിട്ടുള്ള ന്യൂസുകളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് 24,560 താഴെ 1 അവർ ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡിലേക്ക് എടുത്തു വരാം. അപ്പ് സൈഡിലേക്ക് 24,860 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിൽ മുകളിലേക്കും എടുത്തു പോകാം. ഡൗൺ സൈഡിലേക്ക് 24,560 എന്നുള്ളത് കുറച്ചുകൂടെ താഴെ വന്നിട്ട് ഇവിടെ നിന്ന് എടുത്താൽ മതി. 24,500 താഴെ എടുത്താൽ മതി. ഓക്കെ, 1 അവർ ടൈം ഫ്രെയിമിൽ. അത് തന്നെ 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡിലേക്ക് ഇവിടെ നിന്ന് എൻട്രി ഉണ്ട്. ഇപ്പോൾ 24,560 താഴെ അല്ലെങ്കിൽ 24,560 താഴെ എൻട്രി ഉണ്ട്. പക്ഷേ 500 ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എൻട്രി എടുത്താലും ഇന്നത്തെ പോലെ ഇവിടെ ഇതുവരെ വന്നോളണമെന്നില്ല, അതിനു മുമ്പ് തന്നെ റിട്ടേൺ പോകാം. അപ്പോൾ ഏറ്റവും നല്ലത് താഴെ നിന്ന് എടുത്തു വരുന്നത് തന്നെയാണ്. 24,500 താഴെ തന്നെയാണ് 5 മിനിറ്റ്സിലും നല്ലത്. നാളെ ഒരു ദിവസം ഇങ്ങനെ വാച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് സേഫ്റ്റി. അപ്പ് സൈഡിലേക്കാണെങ്കിൽ 24,760 മുകളിൽ നിഫ്റ്റിയിൽ. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. കറക്റ്റായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ വരച്ച് സമയത്തിന് നിങ്ങൾ എൻട്രി എടുക്കുക. അതേപോലെ എന്തെങ്കിലും അപാകതകളോ എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ എക്സിറ്റ് അടിച്ച് പരമാവധി ലോസ് കുറയ്ക്കാൻ നോക്കുക. ഇതുപോലുള്ള മാർക്കറ്റിൽ പരമാവധി ട്രേഡ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ക്യാപിറ്റലാണ് നമുക്ക് പ്രധാനം. ഒരു ദിവസം ട്രേഡ് എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.